ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ ഇന്നാദ്യം ചിന്താമൃതം. AKNM MAM HSS കാട്ടുകുളം സ്കൂളിൽ നിന്നും ആദിത്യനാണ് ഇന്ന് ചിന്താമൃതത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിന്റെ പ്രാചീനതയും പാരിസ്ഥിതിക പ്രകൃതി ദർശനവും കിഷ്കിന്ധ കാണ്ഡത്തിലെ പമ്പാ വർണ്ണനയിലൂടെ ഉയർത്തിക്കാണിക്കുകയല്ലേ കവി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ആദിത്യൻ നമ്മളോട് സംസാരിക്കുന്നത്. ആരംഭിക്കാം ചിന്താമൃതം. സീതാന്വേഷണത്തിനായി പുറപ്പെടുന്ന രാമലക്ഷ്മണന്മാർ സുഗ്രീവ സമീപം എത്തുന്നതിനു മുമ്പായി പമ്പാതടത്തിൽ ജലപാനം ചെയ്യുന്നതായി കിഷ്കിന്ധാകാണ്ഡത്തിലെ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാനാകും. സത്സംഗത്താൽ യോഗിനിയായി മാറിയ ശബരിയുടെ നാമത്തിൽ പ്രസിദ്ധമായ ഇന്നത്തെ ശബരിമലയിലെ ത്രിവേണി സംഗമ സ്ഥാനത്ത് നിന്നും മുകളിലേക്ക് മാറി രാമൻ പിതാവായ ദശരഥന് ബലിതർപ്പണം ചെയ്ത പ്രദേശവും ശബരി ദേഹത്യാഗം ചെയ്ത ഭസ്മക്കുളവും സ്ഥിതി ചെയ്യുന്നു. ഇതിഹാസ കാവ്യമായ രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ലോകത്ത് വിഖ്യാതമായ ഗുണങ്ങളോട് കൂടിയ ഈ പ്രദേശം ഇപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പവിത്രമായ പൂങ്കാവനമാണ്. രാമായണം ഇതിഹാസ കാവ്യമായതുകൊണ്ട് തന്നെ ഇതി ഇഹ ആസ, ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഹംസം, ചക്രവാകം, കാരണ്ടവം, ക്രൗഞ്ചം, മയിൽ മുതലായ പക്ഷികളാലും അശോകം, ശിരീഷം, ശിംശുഭം, ഇളിപ്പ, കൂവളം, മാവ്, ചന്ദനം മുതലായ വൃക്ഷങ്ങളാലും മുല്ല, കേതകി, താമര, ആമ്പൽ, പാടലം മുതലായ പുഷ്പങ്ങളാലും പൂക്കൾക്കിടയിലൂടെ ഒളിച്ചു കളിക്കുന്ന രാഗയുക്തരായ വണ്ടുകളാലും പമ്പയുടെ സൗന്ദര്യം അനുവാചകരെല്ലാം നുകർന്നതാണ്. എന്നാൽ അതിനേക്കാളൊക്കെ വിശേഷമായി നമുക്കിവിടെ കേരളത്തിൻ്റെ പ്രാചീനത കാണാനാകുന്നു. കൂടാതെ ഭാരതത്തിൻ്റെ പാരിസ്ഥിതിക പ്രകൃതി ദർശനവും വ്യക്തമായി ഇവിടെ കാണാം. പമ്പാജലത്തെ വിമലോദക, പ്രസന്നസലില, ശിവ, ശീതോദക എന്നൊക്കെയാണ് രാമൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നത്. പുണ്യ, ശിവ എന്നൊക്കെ പറഞ്ഞാൽ പരിപാവനമായത് എന്നൊക്കെയാണ് അർത്ഥം. പമ്പ ശുഭദർശന എന്ന് ശ്രീരാമൻ പറയുന്നത് ദർശനത്തിൽ തന്നെ ശുഭത്തെ തരുന്നവൾ എന്നർത്ഥത്തിലാണ്. ശാന്തമായ ഓളങ്ങളോട് കൂടിയ പമ്പയെ പുണ്യദർശനമായി കണക്കാക്കുമ്പോൾ ഒരു ജനസമൂഹം നദികൾക്ക് തദ്വാര പരിസ്ഥിതിക്ക് നൽകിയിരുന്ന ദൈവഭാവത്തെ നമുക്ക് മനസ്സിലാക്കാം. സൗഗന്ധിക യുധാ പമ്പ എന്നും ശോകവിനാശിനിയായ പമ്പ സുഗന്ധവാഹിനിയാണെന്നും സൂര്യവംശ രാജാവായ രാമൻ പറയുമ്പോൾ രാജാക്കന്മാർ ഭാരതത്തിലെ നദികളോട് പുലർത്തിയിരുന്ന സമീപനം നമുക്കറിയാനാകുന്നു. ഇന്നാകട്ടെ മാലിന്യവാഹികളായി പല ജലാശയങ്ങളും അധപ്പതിച്ചിരിക്കുന്നു. സീതയുടെ നിശ്വാസം പോലെ മനോഹരമായ കാറ്റ് വീശുന്നതായി മഹർഷി ഇവിടെ പറയുമ്പോൾ ഭൂമിയുടെ നിശ്വാസമായ കാറ്റിനെ, മണ്ണിൻ്റെ ഗന്ധമുള്ള കാറ്റിനെ നമ്മൾ തിരിച്ചറിയണം. അവിടെ ഭൂമിപുത്രിയോട് നിശ്വാസമായതിനെ കാണുമ്പോൾ മാത്രമേ ഗന്ധവതിയായ ഭൂമിയുടെ പുണ്യം നമുക്കും അറിയാനാകൂ. മനോഹരമായ കാറ്റെന്ന് പറയുമ്പോൾ മനസ്സിനെ കീഴടക്കുന്ന വായുവിനെയാണ് നമ്മൾ അറിയേണ്ടത്. പമ്പയിലെ രുചിരങ്ങളായ ധാരാളം വൃക്ഷങ്ങളെക്കുറിച്ചും പൂക്കളുടെ ഭാരം കൊണ്ട് താഴ്ന്നു നിൽക്കുന്ന വൃക്ഷശാഖകളെക്കുറിച്ചും കാറ്റ് വീശുമ്പോൾ മഴ പോലെ പുഷ്പവർഷം പൊഴിക്കുന്ന മഹാവൃക്ഷങ്ങളെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ പമ്പ ജലപ്രവാഹം മാത്രമല്ല, ജലപ്രവാഹത്തെ ഉൾക്കൊള്ളുന്ന വലിയൊരു പാരിസ്ഥിതിക പ്രദേശമാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൂത്തുലഞ്ഞ മരങ്ങളും മരത്തിൽ നിന്ന് മരത്തിലേക്കും ശൈലത്തിൽ നിന്ന് ശൈലത്തിലേക്കും വനത്തിൽ നിന്ന് വനത്തിലേക്കുമൊക്കെ ഉന്മത്തരായി ഓടിക്കയറുന്ന വള്ളികളും പമ്പയുടെ വിസ്തൃതിയെ അനുവാചകന്റെ ഹൃദയത്തിൽ വരച്ചിടുന്നു. വൃക്ഷം, ഗുൽമം, ലത എന്നിങ്ങനെയുള്ള വൃക്ഷായുർവേദത്തിലെ വിജ്ഞാനവും ഈ അധ്യായത്തിൽ നമുക്ക് കാണാനാകും. ഇന്ന് പമ്പ വെറുമൊരു ജലപ്രവാഹം മാത്രമായി ജനമനസ്സുകളിൽ മാറിയെങ്കിൽ രാമായണം വിളിച്ചു പറയുന്ന പാരിസ്ഥിതിക ദർശനങ്ങളിൽ നിന്നും കേരളം വല്ലാതെ അധപ്പതിച്ചു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പുതിയ തലമുറ ഇതിഹാസങ്ങളെ ശരിയായി പഠിച്ച് കാലപ്പിഴകളിൽ നിന്നും പ്രകൃതിയെ നമ്മുടെ നാടിനെ രക്ഷിച്ച് പഴയ നന്മകളെല്ലാം പുനഃപ്രതിഷ്ഠിക്കണം. ഇന്നത്തെ ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണ് അതിനുള്ള ഊർജമാകട്ടെ.